ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ കീഴ്പയ്യൂരുള്ള നാട്ടിലുള്ളത്. ഇത് അമ്മുവും പൊന്നും അനമോളുമാണ്. ഞങ്ങൾ നമ്പിച്ചാങ്കണ്ടി കടവിലേക്ക് പോവാണ്. നമ്മളെ നാട്ടിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയൊരു കുളമുണ്ട്. നമ്പിച്ചാങ്കണ്ടി കടവിലുള്ള ഈ കുളം ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായി പോയിട്ടുള്ളൊരു കുളമാണ്. ഞാൻ ഇത് ചിരിച്ചുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഞാൻ ആ നാട്ടിലായിട്ട് ഞാൻ കുളം വല്ലപ്പോഴേ കാണുന്നുള്ളൂ. ഞാൻ ആ നാട്ടിൽ നിന്ന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന ശേഷം നാട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും പോകുമ്പം വല്ലപ്പോഴും പോയാൽ ഒന്ന് കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വലിയ കാര്യത്തിൽ പോയി നോക്കുമ്പോഴേ നമ്മളെ കുളം മുങ്ങിപ്പോയി. ഇതാ കുളത്തിൻ്റെ ചെറിയ സൈഡ് ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നുള്ളൂ. അത്രയും വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ആ വെള്ളം ഇങ്ങോട്ട് കയറി നിൽക്കുന്നതൊക്കെ ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഭാഗം. പണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു കുട്ടികളൊക്കെ. ഇപ്പോൾ കണ്ടില്ലേ അങ്ങൊക്കെ ആൾക്കാരിയ്ക്കുന്ന അതൊക്കെ കുളത്തിൻ്റെ ഭാഗം തന്നെയാണ്. നല്ല മഴക്കാറുണ്ട്, ആൾക്കാരൊക്കെ കുറവാണ് ഇന്ന്. കാരണം കുളം മുങ്ങിയത് കാരണം വലിയ ആളുകളൊന്നും വരുന്നില്ല എന്ന് തോന്നി. എന്നാലും ഇല്ലാതല്ല, ചിലപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. നമ്മൾ ലേറ്റായി പോയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആയിരിക്കാം. ആളുകൾ വരുന്ന ടൈമൊന്നും നമുക്ക് അത്ര അറിയില്ലല്ലോ. പോത്തിനെ കണ്ടതാണ് അവിടെ. പോത്തുണ്ട്, പശുവുണ്ട്, കുറേ എന്തൊക്കെയോ എന്താ പറയുക, ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ആ ഒരു ഭംഗി കാണാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കളിക്കാനോ ഒക്കെ നല്ല തിരക്കുണ്ടാവലുണ്ട്. അവർ നടന്ന് നിൽക്കുന്ന ആ ഒരു വഴിയില്ലേ, അതിലൂടെയൊക്കെ നടക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കുളത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഞങ്ങൾ അന്നേരം കുറച്ച് റീലൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പൊന്നു പറയുന്നുണ്ട് എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തരുതെന്ന്. ജാനി പൊന്നുവിൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ അമ്മൂൻ്റെ അടുത്ത് എന്നെ അങ്ങനെ വീഡിയോ എടുക്കുക ഇങ്ങനെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഡ്രസ്സിൻ്റെ, ആ ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വരുമ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാനൊരു വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട്. ഇനി അമ്മൂനെ നിപ്പിച്ച് ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. അവളും എൻ്റെ അതുപോലത്തെ വീഡിയോസൊക്കെ എടുത്തു തന്ന്. ഇനി ഞങ്ങൾ റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തോണി കുറേ നോക്കി, തോണിയിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ തോണി അപ്പുറത്തെ സൈഡിലാണ് കാണുന്നത്. പിന്നെ വെച്ചാൽ വലിയ ധൈര്യവും കിട്ടുന്നില്ല. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ആപ്പന് കൈക്ക് വയ്യാത്തതുകൊണ്ട് ആപ്പന് തോണി തോയാനോ ആക്കാനോ ഒന്നും കൂടെ വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ പിള്ളേരെയും കൂട്ടി പോകുന്നത് വലിയ എന്താ പറയുക, കുറച്ചൊരു റിസ്ക്കുള്ള കാര്യമാണ്. അപ്പം തന്നെ എന്തായാലും ഈ ഒരു റീല് കണ്ടപ്പോൾ തന്നെ രഞ്ജേട്ടൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ മോളെയും കുട്ടിയാണോ പോയത്, വീണിട്ടുണ്ടേക്കാണ്. കാരണം അത്ര അറിയില്ല. നമ്മളങ്ങനെ നീന്തി തുടങ്ങി പഠിച്ചു വരുമ്പോഴേക്ക് എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ പറഞ്ഞ് എന്തിനു പോയതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ പോയാലും കുഴപ്പമില്ല, ജാനിമോക്കൊന്നും പറ്റരുത്. ജാനിയൊക്കെ കുറേ ദൂരെ നിന്ന് നോക്കി കാണുന്നേ ഉള്ളൂ. ഞാനും അമ്മുവും കൂടെ മാത്രമേ ആ ഒരു എന്താ പറയുക കുളത്തിൻ്റെ ആ ഒരു വഴി കൂടെ നടന്നിട്ടുള്ളൂ. ഇത്രയും ഭാഗം കുളം മുങ്ങിക്കിടക്കുന്നതാണ്. നല്ലൊരു ഭംഗിയുള്ള നല്ല വൈബുള്ള സ്ഥലമാണ്, സൂപ്പറാണ്. ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിരുന്നു നമ്മുടെ ഈ നാട്. അതിൻ്റെ നടുവ് കൂടെ ഒരു കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക് നീന്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുളമൊക്കെ കണ്ട ശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ അതാ ഓടിപ്പോകുന്നുണ്ട്. കാരണം നല്ല മഴക്കാറാണ്. മഴ പെയ്യുന്നതിന് മുന്നേ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് നടന്നങ്ങ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, മഴ കൊള്ളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുകയാണ്. അപ്പോൾ അതാ ഇനിയിപ്പം നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകണം. അതിന് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വന്നത്. നാളെ തന്നെ എന്നിട്ട് തിരിച്ചു പോകും. ഇന്നൊരു ദിവസം ഇവിടുത്തെ ഈ കുളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ട് മുൻകൂട്ടി വന്നു എന്നേ ഉള്ളൂ. നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഇതിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്താം. ഫംഗ്ഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പം റിവീൽ ചെയ്യുന്നില്ല, കാരണം അത് അടുത്തൊരു വീഡിയോ എന്തായാലും ചെയ്യണം. അപ്പോൾ ഒരു പിറ്റേ ദിവസം ആയിട്ടുണ്ട്, ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഫംഗ്ഷൻ വേറെ ഒന്നല്ല, ആപ്പൻ്റെ മോളുടെ കല്യാണം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കാൻ പോവാണ്. ഇതാ ഷൈനേച്ചി, പിന്നെ ഇതാ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട്. ഷൈനേച്ചിൻ്റെ ആങ്ങളമാരും എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് ജാനി ഒരുങ്ങിയിട്ടുണ്ട്. ഇതാ അച്ചമ്മ, ഇതാ പിന്നെ ഇത് അമ്മു സെറ്റായിട്ടുണ്ട്, അമ്മ, ഷൈനേച്ചി, എല്ലാവരും ചായ കൊടുക്കേണ്ടതൊക്കെ തിരക്കില്ല. പിന്നെ റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ എല്ലാവരും ഒന്നും വീഡിയോയിൽ ഇങ്ങനെ എന്താ പറയുക കാണിച്ചു തരാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. എത്താത്ത ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെണ്ണുങ്ങളാകെ 5 ആളെ പോകുന്നുള്ളൂ. പിന്നെ വേറെ എന്താ, സജീവേട്ടൻ, ഇതാ അച്ഛൻ, പിന്നെ ഇതാ നമ്മൾ വണ്ടി കയറാൻ പോവാണ്. എന്താ പറയുക, ഏട്ടനും ഗൂഗിളേട്ടനും അങ്ങനെ കുറേ എല്ലാവരും ഉണ്ടേ. ആൾക്കാരെല്ലാവരെയും കൂടി ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാൻ മാത്രം അവരെ പെർമിഷനൊന്നും ഇല്ലാണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിയിരിക്കണം. അങ്ങനെ നമ്മൾ വണ്ടി കയറി. ഇനിയിപ്പോൾ ഫോൺ എടുത്ത് നടക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ പിടിക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഞാനും അമ്മും കൂടെ കയറിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതും കൂടി ഒന്ന് വീഡിയോ എടുത്ത്. ഇത് എവിടെയാണെന്നൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുതേ. ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം മുജുകുന്നാണ് പോകുന്നത്. അവിടെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാലും വലിയ ഉറപ്പില്ല. ഡീറ്റെയിൽ ആയിട്ട് ഫംഗ്ഷൻ ഞാൻ ഇതിലിടത്തില്ല, കാരണം അതിനെനിക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. പൊന്നു അത് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് അവിടെ നിന്ന് ആൾക്കാർ വരുന്നതും കാര്യങ്ങളൊക്കെ മാത്രം ഇടാം. ഫംഗ്ഷൻ എന്തായാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടുത്തൊരു അവളുടെ ഉറപ്പിക്കൽ ഫംഗ്ഷൻ വരാൻ പോകുന്നുണ്ട്. അതെന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. ആ ഫംഗ്ഷൻ്റെ വീഡിയോ എന്തായാലും ഇടും. പക്ഷേ അതിലും നമുക്ക് ചെക്കനെ കാണാൻ പറ്റത്തില്ല. അത് ഞാൻ എന്തായാലും അവസാനം അതിൽ രണ്ടാളെ ഫോട്ടോ വെച്ചിട്ടെങ്കിലും റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ രണ്ടുപേർക്കും വലിയ അവരുടെ ഒരു എന്താ പറയുക ഇഷ്ടമില്ലാതെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ ഇതാ കുട്ടാപ്പേട്ടനുണ്ട്, ആദിയുണ്ട്, എല്ലാവരെയും കൂടി ഒന്ന് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. രാജേട്ടൻ എന്താ പോകുന്നത്, നമ്മളെ നാട്ടിലുള്ള ആളുകളാണ്. ജസ്റ്റ് അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഒന്ന് കണ്ടോട്ടെ എല്ലാവരെയും, ടി വിയിലോ ഫോണിലോ അവർ എൻ്റെ വീഡിയോയിലൂടെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടപ്പോൾ പിള്ളേർ അതിലെ ഇല പറിച്ചിടാൻ തുടങ്ങി. അവരെ കളിയായി. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാ വണ്ടിയും വന്ന് എല്ലാവരും എത്തിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇതൊന്നും നനയ്ക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വരുന്ന സമയത്ത് അപ്പം ജസ്റ്റ് അവർ വന്ന സമയത്ത് പൊന്നൂൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിണറൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ആഴമുള്ള കിണറാണെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വന്നിട്ട് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്തായാലും നോക്കും. അതുകൊണ്ട് തന്നെ എന്നെ അവൾ പറഞ്ഞു വിടുന്നുണ്ട് എല്ലാം ഒന്ന് നോക്കാനും ആക്കാനും. നമ്മളെ ലൈഫല്ലേ. ഇതാ വിസ്മയൊക്കെ എത്തിയിട്ടുണ്ട്, രാജേട്ടനുണ്ട്, സുധിയേട്ടനുണ്ട്, ശരണ്യ ആൻറ്റി അതാണ്, അശോട്ടൻ അതാ, എല്ലാ റിലേറ്റീവ്സും. എന്താ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അവർക്കറിയില്ല എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലുള്ളൂ എന്ന് അറിഞ്ഞൂടാ. എല്ലാവരും ഒന്നും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല. അപ്പോൾ ഇതാ ഒപ്പനതാ എല്ലാവരും എന്നെ ഒരു അത്ഭുതം ഇവളെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നോക്കുന്നുണ്ട്. എൻ്റെ ചാനലിൽ കുത്തുന്ന സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഇവരൊക്കെ ഭാവിയിൽ സബ്സ്ക്രൈബേഴ്സായി മാറുമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്നിട്ട് ഒരുമിച്ചിട്ട് എടുക്കാൻ എന്തായാലും ഒക്കത്തില്ലല്ലോ. ഇതാ വസന്തേട്ടൻ, അതാ രാമേശ്വരേട്ടൻ, അങ്ങനെ ഇതാ ആൾക്കാരൊക്കെ ഇതാ പോകുന്നു. പൊന്നൂൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്, ഞങ്ങളെ റിലേറ്റീവ്സ് ഉണ്ട്, അതായത് അച്ഛൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്. പിന്നെ പൊന്നു എന്ന് പറയുന്നത് അച്ഛൻ അനിയൻ്റെ മോളാണ്, ആപ്പൻ്റെ മോള്. പിന്നെ ഞങ്ങൾ ഭയങ്കര എന്താ പറയുക ചൈൽഡ്ഹുഡ് ഭയങ്കരമായ ക്രൈം പാർട്ട്നേഴ്സായിരുന്നു. ഭയങ്കര അടിയായിരുന്നു, ഭയങ്കര ക്രൈം ആയിരുന്നു. അതുകൊണ്ട് ക്രൈം പാർട്ട്നേഴ്സാണെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പക്ഷേങ്കിൽ ഭയങ്കരമാണ്, നമ്മൾ ഭയങ്കര സിസ്റ്ററിൻ എന്താ പറയുക ലവ് ആണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വീഡിയോസ് കാണാം. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു വയലുണ്ട് എന്ന്, അച്ചാച്ചൻ്റെ കൃഷിയൊക്കെയുള്ള ആ വയലാണ് ഈ കാണുന്നത്. ഇതിലൂടെ നല്ലൊരു കനാൽ പോകുന്നുണ്ട്, അതിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ കൃഷി ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ അച്ചാച്ചൻ്റെ കൃഷിയുള്ള സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ നാട്? അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.